നമസ്കാരം കൂട്ടുകാരെ. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ആട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്താ ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്ന് തോന്നും. വല്ലാത്ത മേക്കപ്പ്, അങ്ങോട്ട് ചാരിയിരിക്കാം. നാട്ടിലാണല്ലേ താനിരുന്നേടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗുഹയുടെ ഉടമസ്ഥനായ സിൽമാൻ അവിടെ എത്തി. ഇതേത് പുതിയൊരു ജന്തു? ആ ഭീകര രൂപം കണ്ട് സിൽമാൻ ആദ്യം ഒന്ന് പരങ്ങി. എന്നിട്ട് ഉറക്കലറിക്കൊണ്ട് ചോദിച്ചു, ആരാടാ എന്റെ ഗുഹയിൽ കയറാൻ ഇത്രയും ധൈര്യമുള്ള മറ്റൊരാളോ? അത് കേട്ട് ആട് ശരിക്കും പേടിച്ചിട്ടോ. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദം ഉയർത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിൽമത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ സിംഹം സകല ശ്വാസവും ഉള്ളിലേക്കെടുത്ത് ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം, എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങി. ഉടനെ ആട് ചോദിച്ചു, അപ്പം നീയാണല്ലേ രാജാവാൻ പറഞ്ഞുകൊടുക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്ക് രാജാവ്. നിന്നെ തന്നെ ഞാൻ കാത്തിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒളിഞ്ഞു കണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും! അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കേൾക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിപ്പുണ്ട്. ഇനി കാട്ടി രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കണ്ടാ നോക്കട്ടെ. ഈ സിൽമത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കനുള്ളിൽ ഓറ് ചിരിച്ചു. പ്രഭ, അങ്ങയാരോ പറ്റിച്ചതാ. വാസ്തവം എന്താന്നറിയാൻ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാ. ഗുഹക്ക് മുമ്പിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് വീണ്ടും സിംഹത്തിന്റെ അടുക്കിലെത്തി. പ്രഭ, അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. ആടാ? അത് നിനക്കങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചാൽ മതി. കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസ്സാര കുറുക്കന്റെ പിറകിൽ ഒളിക്കുകയാ. സിംഹം പുറപ്പെട്ടു. പ്രഭ, നമ്മുടെ വാളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. ഗുഹക്ക് മുമ്പിൽ കുറുക്കനെയും സിംഹത്തെയും ഒരുമിച്ച് കണ്ട ആടിന് പ്രാളമായി. പക്ഷേ അവരുടെ ആളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാരം പിടികിട്ടിയ. അപ്പൊ ഈ കുറുക്കന്റെ ധൈര്യത്തിലാ സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്കാം. ആടിന്റെ
സൂത്രം മൺതറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാണ് ശരിക്കും കുറുക്കൻ. നീ സിൽമത്തിനെ തിന്നാന്ന് വന്നപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചിരിക്കുന്നത്? ആ തിരുമേനങ്ങ തള്ളിവിടെ. അതോ ഞാനങ്ങോട്ട് വരണോ? അത് കണ്ട താമസം സിൽമം കുറുക്കന്റെ നേരെ അലറി, എടാ ചതിയാ. പിന്നെ വെപ്രാളംപ്പെട്ട ഒരൊറ്റ ഓട്ടമേറും. വാലും കൂട്ടി കെട്ടിയ കുറുക്കന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആടെ കണ്ടോർ തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.